നാളികേര ഉൽപ്പാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾക്കിടയിൽ വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാൻ കർഷകർ കാത്തിരുന്നാൽ വിലയുടെ ആകർഷണം കുറയുമോ എന്നാണ് ആശങ്ക. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറഞ്ഞത് മില്ലുകാരെ കൊപ്ര സംഭരണത്തിൽ നിന്നും പിന്നാക്കം വലിച്ചു. ഓണക്കാലത്ത് ചങ്കിടി പേറ്റിയെങ്കിലും പിന്നീട് മലയാളികൾക്ക് ആശ്വാസമായ അടുക്കളയിലെ രണ്ട് പ്രധാനികളാണ് വെളിച്ചെണ്ണയും തേങ്ങയും. 500 കടന്ന വെളിച്ചെണ്ണ വില 300 താഴ്ന്നിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ, തേങ്ങ എന്നിവയുടെ വില വീണ്ടും ഉയർന്നു. കുറെ നാളുകളായി 350 മുതൽ 400 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണ വില ലിറ്ററിന് 450 രൂപയോടടുത്തിരുന്നു. ഗോഡൌണുകളിൽ വലിയ തോതിൽ കൊപ്ര പൂഴ്ത്തിവെച്ച് കൃത്രിമ ക്ഷാമമുണ്ടാക്കി കൊള്ളവിലയ്ക്ക് വിൽക്കുകയാണ് തമിഴ്നാട് ലോബിയുടെ സംഘടിത നീക്കമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സംസ്ഥാനത്ത് വല്ലാതെ കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഓണക്കാലത്ത് കേരഫെഡും സംസ്ഥാന സർക്കാരും ഫലപ്രദവും കർശനവുമായി ഇടപെടൽ നടത്തിയിരുന്നു. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതലായി തേങ്ങ എത്തിയതും വെളിച്ചെണ്ണയുടെ വിലക്കുറവിന് കാരണമായിരുന്നു. തുടർന്ന് വില കുറഞ്ഞു വരികയായിരുന്നെങ്കിലും ജനുവരിയിൽ വീണ്ടും വില വർദ്ധിക്കുകയാണുണ്ടായത്. മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റും വലിയ അളവിൽ തേങ്ങ വാങ്ങിയതും വില വർധനവിന് കാരണമായി. വില ഉയരാൻ തുടങ്ങിയതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരും കുറഞ്ഞു. ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ ഉപഭോക്താക്കളുടെ എണ്ണം മുൻകാലങ്ങളിലേതിൽ നിന്ന് പകുതിയായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓയിൽ മില്ലുടമകളുടെ സംഘടന പറയുന്നത്. വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മറ്റ് ഭക്ഷ്യ എണ്ണകൾ ലഭിക്കുമെന്നതിനാൽ അധികം പേരും അവയുടെ ഉപയോഗത്തിലേക്ക് തിരിയുകയാണ്. ഈ സ്ഥിതി ഭാവിയിൽ സംസ്ഥാനത്തെ കേര കർഷകർക്കും വലിയ തിരിച്ചടിയാവും. ഇതിനിടെ നാളികേര ഉൽപ്പാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾക്കിടയിൽ കർഷകർ വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് വിവരം. കാത്തിരുന്നാൽ വിലയുടെ ആകർഷണം കുറയുമോ എന്ന ആശങ്കയാണ് കർഷകർക്ക്. വൻകിട മില്ലുകാർ ഉയർന്ന വിലയ്ക്ക് പച്ചതേങ്ങയും കൊപ്രയും ശേഖരിച്ചാൽ മാത്രമേ വിപണിക്ക് കരുത്തു നിലനിർത്താനാവൂ. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറഞ്ഞത് മില്ലുകാരെ കൊപ്ര സംഭരണത്തിൽ നിന്നും പിന്നാക്കം വലിച്ചു. കൊച്ചിയിൽ കൊപ്രയ്ക്ക് 100 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയും ഇടിഞ്ഞിട്ടുണ്ട്. അടുത്ത വാരം ചെറുകിട വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അതേസമയം തമിഴ്നാട്ടിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.